നീറ്റ് പരീക്ഷയിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നു. ചോദ്യപേപ്പർ ചോർന്നുവെന്നത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യം. കൂടുതൽ വിവരങ്ങളുമായി ഷപ്ന സിയാദ് ചേരുകയാണ്. ഷപ്ന, നമുക്കറിയാം ഈ ഒരു വിശ്വാസ്യതയുള്ള ഒരു പരീക്ഷയായിരുന്നു നീറ്റ് എന്നുള്ളത്. അത് അത്ര നീറ്റ് ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായ ഒരു കാര്യമാണ്. ഒരുപാട് കുട്ടികളുടെ ഭാവി തുലാസിലായിരിക്കുന്നു. ഇപ്പോൾ വാദം തുടരുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം സുപ്രീം കോടതിയിൽ നടക്കുന്നത് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒരു കേന്ദ്രത്തിൽ ചോർന്നു എന്ന് കേന്ദ്രം സമ്മതിച്ചിരിക്കുന്നു എന്നതാണ്. പട്നയിൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നതായി സോളിസിറ്റർ ജനറൽ തന്നെ കോടതിയെ സമ്മതിച്ചിരിക്കുന്നു. കോടതി തന്നെ ചോദ്യപേപ്പർ ചോർന്നു എന്നത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും തുടർന്ന് സോളിസിറ്റർ ജനറൽ ഇതിന് മറുപടി പറയുകയും ചെയ്തു. ഏതായാലും ഒരു കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നത് കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതുതായുള്ള വിവരം. ഈ ചോദ്യപേപ്പർ ചോർച്ച ആസൂത്രിത കുറ്റകൃത്യമാണ് എന്ന് ബീഹാർ പോലീസ് കണ്ടെത്തി എന്ന് ഹർജിക്കാർ തന്നെ വാദം ഉന്നയിക്കുന്നുണ്ട്. ക്രമക്കേടിന്റെ ഗുണം കിട്ടിയത് ആർക്കെല്ലാം എന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഹർജിക്കാർ പറയുന്നത്. അതുപോലെ ബീഹാർ പോലീസിന്റെ അന്വേഷണത്തിൽ ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തി എന്ന് ഹർജിക്കാർ തന്നെ കോടതിയിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി വിശദമായി ചോദിച്ചറിയുകയാണ്. ഇപ്പോഴും കോടതിയിൽ വാദം തുടരുകയാണ്. ഇതും നീറ്റ് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കിയത് എങ്ങനെ, ആരാണ് തയ്യാറാക്കിയത്, എങ്ങനെയായിരുന്നു ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ പ്രിന്റിങ്, മറ്റ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനാണ് കോടതി ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദമാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നീറ്റ് പരീക്ഷയിൽ സുപ്രീം കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർന്നുവെന്നത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യം. ഒപ്പം പരീക്ഷ റദ്ദാക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. വിശദാംശങ്ങൾ നൽകിയത് ഷപ്ന സിയാദ്.